everyone, welcome to Vedantu Malayalam channel. I am Anchana, your biology teacher. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് Krebs Cycle. Okay, so respiration in plants എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് Krebs Cycle എന്ന് പറയുന്ന ഒരു ഫ്ലോ ചാർട്ട്. സോ ആ ഒരു സൈക്കിളിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ മതി. അബ്സർവ് ദ ഫിഗർ ഓഫ് സിട്രിക് ആസിഡ് സൈക്കിൾ, അല്ലെങ്കിൽ നമുക്ക് Krebs സൈക്കിൾ എന്ന് വിളിക്കാം, അതും അല്ലെങ്കിൽ നമുക്ക് TCA സൈക്കിൾ എന്നും വിളിക്കാം. ഓക്കെ, സോ ദീസ് ആർ ഓൾ വൺ ആൻഡ് ദി സെയിം. ഓക്കെ, സോ ആ ഒരു സൈക്കിൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ABCD എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ കണ്ടില്ലേ, A ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലേ, സോ ബ്ലാങ്ക് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ആ ബ്ലാങ്കിനെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. സോ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചർ അറിയണം അല്ലേ. സോ എന്താണ് ഈ സൈക്കിൾ, എവിടെയാണ്, എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള എല്ലാ ക്ലിയർ കട്ട് ഐഡിയ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് Krebs സൈക്കിൾ എന്നുള്ള ആ ഒരു കാര്യം കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, റെഡി അല്ലേ? റെഡി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് Krebs സൈക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നോക്കാം. യെസ്, സോ Krebs സൈക്കിൾ, സോ ഹാൻസ് ക്രെബ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്, ഓക്കെ, സോ ഹാൻസ് ക്രെബ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഈ ഒരു സൈക്കിളിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം, അതായത് ഓരോ സ്റ്റെപ്പ് എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള ആ ഒരു സ്ട്രക്ചർ നമുക്കൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്, Krebs സൈക്കിൾ എന്തെന്ന് വിളിക്കും, Krebs സൈക്കിൾ എന്ന് വിളിക്കും. ആദ്യത്തെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് സിട്രിക് ആസിഡ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ സിട്രിക് ആസിഡ് എന്തെന്ന് വിളിക്കും, സിട്രിക് ആസിഡ് സൈക്കിൾ. ഓക്കെ, ഇതിന് നമ്മൾ സിട്രിക് ആസിഡ് സൈക്കിൾ എന്നും വിളിക്കാം. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ Krebs സൈക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു Krebs സൈക്കിളിൽ സംഭവിക്കുന്നുള്ളത്, ആ ഒരു കാര്യം നമുക്ക് പഠിക്കാം. എന്താണ് ആക്ച്വലി Krebs സൈക്കിളിൽ നടക്കുന്നുള്ളത്, കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഗ്ലൂക്കോസ്. എന്ത് സംഭവിക്കുന്നുണ്ട്, കംപ്ലീറ്റ് കമ്പഷൻ. സോ ആൾറെഡി പാർഷ്യൽ കമ്പഷൻ നടന്നിട്ടുണ്ട്, നമ്മൾ അത് ആൾറെഡി പഠിച്ചിട്ടുണ്ട്. ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ ഗ്ലൂക്കോസ് എന്തായിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്, പൈറുവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട് അല്ലെ. സോ ആ പൈറുവിക് ആസിഡ് പാർഷ്യൽ ആയിട്ട് മാത്രമേ കമ്പഷൻ ചെയ്തിട്ടുള്ളൂ അല്ലെ, അടുത്ത കമ്പഷൻ ആണ്. സോ അതായത് എന്ത് സംഭവിക്കുന്നുണ്ട്, കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് പൈറുവിക് ആസിഡ്. സോ പൈറുവിക് ആസിഡിൽ നിന്നും എന്തായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈറുവിക് ആസിഡ് ഇല്ലേ, ആ പൈറുവിക് ആസിഡ് എവിടെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്, ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ, എവിടെയാണ് ഗ്ലൈക്കോളിസിസ് സംഭവിക്കുക, പൈറുവിക് ആസിഡ് എന്ന് പറയുന്ന ഈ ഒരു മോളിക്യൂൾ ഇപ്പോൾ ഉള്ളത് എവിടെയാണ്, ഗ്ലൈക്കോളിസിസ് എവിടെയാണ് നടക്കുക, ഗ്ലൈക്കോളിസിസ് ഈസ് ഹാപ്പനിങ് ഇൻ സൈറ്റോപ്ലാസം അല്ലെ, സൈറ്റോപ്ലാസമിലാണുള്ളത്. അപ്പോൾ പൈറുവിക് ആസിഡും റിലീസ് ആയിരിക്കുന്നത് എവിടെയാണ്, സൈറ്റോപ്ലാസമിലാണ്. അപ്പോൾ സൈറ്റോപ്ലാസമിൽ നിന്നും എവിടേക്ക് എൻ്റർ ആവണം, സൈറ്റോപ്ലാസമിൽ നിന്നും മൈറ്റോകോൺട്രിയ, എവിടേക്ക്, മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന പ്ലേസിലേക്ക്, അതായത് മൈറ്റോകോൺട്രിയ ഓർഗനലിലേക്ക് ഈ ഒരു പൈറുവിക് ആസിഡ് എൻ്റർ ആവണം. സോ ഇത് ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ആവില്ല. സോ ഇത് എന്താവും, ചെറിയ മാറ്റങ്ങളിലൂടെ ഇത് എൻ്റർ ആവുകയാണ്. എങ്ങനെയാണ്, എന്താണ് ചേഞ്ചസ് ആവുന്നത് നമുക്ക് നോക്കാം. സി പൈറുവിക് ആസിഡ് എന്ത് ചെയ്യുന്നുണ്ട്, സോ ഒരു കാർബൺ ഡയോക്സൈഡിനെ അങ്ങോട്ട് റിലീസ് ചെയ്യുകയാണ്, ഡീകാർബോക്സിലേഷൻ സംഭവിക്കുകയാണ്. ആൻഡ് ഇവിടെ NAD എന്തായിട്ട് മാറുന്നുണ്ട്, NADH ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, സോ NAD എന്തായിട്ട് മാറുന്നുണ്ട്, NADH2 ആയിട്ട് മാറുന്നുണ്ട്. ആൻഡ് ഇത് പൈറുവിക് ആസിഡ് ഈസ് കൺവേർട്ടിംഗ് ഇൻടു അസിറ്റൈൽ കോഎൻസൈം A ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. സോ ഇവിടെ ഇനിയൊരു മോളിക്യൂളും കൂടെ ആഡ് ആവുകയാണ്, CoA. ഓക്കെ, CoA എന്ന് പറയുന്ന ഒരു എൻസൈമും കൂടെ ആഡ് ആവുകയാണ്. സോ അസിറ്റൈൽ കോഎൻസൈം A ആയിട്ട് ഇത് കൺവേർട്ട് ആവുകയാണ്, ഏത്, പൈറുവിക് ആസിഡ്. ഓക്കെ, സോ ഇത് കഴിഞ്ഞിട്ടാണ് ഫർദർ പ്രോസസ് അങ്ങ് കണ്ടിന്യൂ ആകുക. അപ്പൊ നമുക്ക് ആ ഫർദർ പ്രോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തൊട്ടേ നമുക്ക് എഴുതാം, പൈറുവിക് ആസിഡ് തൊട്ടേ നമുക്ക് ഒന്നുകൂടെ എഴുതിയിട്ട് വരാം അല്ലെ. സോ ഫസ്റ്റ് തിങ് ഈസ് പൈറുവിക് ആസിഡ് അല്ലെ. സോ പൈറുവിക് ആസിഡ് എന്ത് സംഭവിക്കുന്നുണ്ട് ഇവിടെ, ഡീകാർബോക്സിലേഷൻ അല്ലെ. ഡീകാർബോക്സിലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, കാർബൺ ഡയോക്സൈഡ് റിമൂവ് ആവുകയാണ്. പക്ഷെ ഇവിടെ ഒരാൾ ആഡ് ആവുന്നുണ്ട്, ആരാണത്, കോഎൻസൈം എ അല്ലെ, കോഎൻസൈം എ ആഡ് ആവുകയാണ്.
ആൻഡ് ഇവിടെ റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട് അല്ലടാ. എന്താണ് സംഭവിക്കുന്നുള്ളത്? NAD എന്തായിട്ട് മാറുന്നുണ്ട്? NADH2 ആയിട്ട് മാറുന്നുണ്ട്. ആൻഡ് ദ പ്രോഡക്റ്റ് ഏതാണ്? പ്രോഡക്റ്റ് അസിറ്റൈൽ കോ എൻസൈം A ആയിട്ട് മാറുകയാണ് അല്ലെ. അസിറ്റൈൽ കോ A ആയിട്ട് മാറുന്നുണ്ട്. ഇത് 2 കാർബൺ ആറ്റം ഉള്ള ഒരു മോളിക്യൂൾ ആണ്. ഓക്കെ, അടുത്തത് എന്താ സംഭവിക്കുക? ഈ അസിറ്റൈൽ കോയെ ഇല്ലേ, ഈ അസിറ്റൈൽ കോയെ എന്തിന്റെ കൂടെ കമ്പൈൻ ആവുന്നുണ്ട്? ഓക്സാലോ അസിറ്റിക് ആസിഡ്. ഏതിന്റെ കൂടെ? ഓക്സാലോ അസിറ്റിക് ആസിഡിന്റെ കൂടെ കമ്പൈൻ ചെയ്യുന്നുണ്ട്. കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ 4 കാർബൺ ആറ്റം ആണുള്ളത്, ഇവിടെ 2 കാർബൺ ആറ്റം ആണുള്ളത്. ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ 6 കാർബൺ ആറ്റം ഉള്ള ഒരു മോളിക്യൂൾ ഫോം ആവുന്നുണ്ട്. ദാറ്റ് ഈസ് സിട്രിക് ആസിഡ്. ഏതാണത്? സിട്രിക് ആസിഡ്. സോ ഫസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് സിട്രിക് ആസിഡ് ആയതുകൊണ്ട് ഈ ഒരു സൈക്കിളിനെ നമ്മൾ എന്തെന്നും വിളിക്കും? സിട്രിക് ആസിഡ് സൈക്കിൾ എന്നും വിളിക്കും. സോ ഈ ഒരു റിയാക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിന്റെ പേര് എന്താണ്? സിട്രേറ്റ് സിന്തേറ്റേസ്. ഏതാണ്? സിട്രേറ്റ് സിന്തേറ്റേസ്. ഓക്കെ, സിന്തേറ്റേസ് എന്ന് പറയുന്ന എൻസൈം ഓക്സാലോ അസിറ്റിക് ആസിഡിനെ എന്ത് ചെയ്യുന്നുണ്ട്? സിട്രിക് ആസിഡ് ആക്കി മാറ്റുന്നുണ്ട്. സിട്രിക് ആസിഡ് വെറുതെ അങ്ങനെ ചുമ്മാ ഇരിക്കുന്നതല്ല, ഇത് ചെറുതായിട്ട് മാറുകയാണ്. അടുത്തത് എന്താവുന്നുണ്ട്? ഐസോമറിസം. എന്താവുന്നുണ്ട്? ഐസോമറേസ് എന്ന് പറയുന്ന ഒരു എൻസൈം എന്ത് ചെയ്യുന്നുണ്ട്? ഐസോമറിസം ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് ഇത് ഐസോസിട്രേറ്റ് എന്തായിട്ട് മാറുന്നുണ്ട്? ഐസോസിട്രേറ്റ് ആയിട്ട് മാറുകയാണ്. സിട്രിക് ആസിഡ് ഐസോമറേസ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഐസോസിട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. സോ ഫർദർ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. സോ ഐസോസിട്രേറ്റ്. ഓക്കെ, സോ ഇനി 2 കാർബൺ ആറ്റം ഇല്ലേ, അതിൽ ഒരു കാർബണിനെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് റിലീസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഈ ഐസോസിട്രേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുകയാണ്. സോ പൈറുവിക് ആസിഡിൽ 3 കാർബൺ ആറ്റം ആണുള്ളത്, അതിൽ ഒരു കാർബൺ ആറ്റം ഇവിടെ റിലീസായി അല്ലടാ. അടുത്തത് ഇവിടെ റിലീസ് ആവുന്നുണ്ട്. ഇനി എത്ര കാർബൺ ആറ്റം ഉണ്ട്? പൈറുവിക് ആസിഡിലെ കാർബൺ ആറ്റം ഇനി ഒരു കാർബൺ ആറ്റം കൂടെ ബാക്കിയുണ്ട് അല്ലെ. സോ ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ റിലീസ് ആയതിനു ശേഷം ഈ ഒരു മോളിക്യൂളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ്. ഓക്കെ, ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ്. ഓക്കെ, സോ ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ആയിട്ട് ഇത് മാറി. യെസ്, ഓക്കെ, സോ ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ആയിട്ട് മാറി. സോ ഇവിടെയും റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പൊ NAD എന്തായിട്ട് മാറുന്നുണ്ട്? NADH2 ആയിട്ട് മാറുകയാണ്. ഓക്കെ, സോ അടുത്തത് ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അഗെയിൻ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുകയാണ്. ഓക്കെ, ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു കോയെ എൻസൈം, അതായത് അസിറ്റൈൽ കോ എ ആയിട്ട് മാറാൻ ഇവിടെ ഒരു കോയെ എൻസൈം ആഡ് ചെയ്തില്ലായിരുന്നോ? അതേപോലെ തന്നെ ഇവിടെയും ഒരു കോയെ എൻസൈം ആഡ് ആവുന്നുണ്ട്, പക്ഷെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവുകയാണ്. ഓക്കെ, സോ ഇവിടെയും റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. റിഡക്ഷൻ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നുള്ളത്? NAD എന്തായിട്ട് മാറുന്നുണ്ട്? NADH2 ആയിട്ട് മാറുന്നുണ്ട്. ആൻഡ് ഫൈനലി എന്ത് പ്രോഡക്റ്റ് കിട്ടി നമുക്കിവിടെ? സക്സീനൈൽ കോയെ. എന്ത് കിട്ടി നമുക്ക്? സക്സീനൈൽ കോയെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ സക്സീനൈൽ കോയെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കോ എൻസൈം ഇനി എൻ്റെ പരിപാടി തീർന്നു, ഞാൻ പുറത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞേ നമ്മുടെ കോയെ എന്താവുന്നുണ്ട്? പുറത്തേക്ക് പോവുകയാണ്. കോ എൻസൈം A എന്താവുന്നുണ്ട്? പുറത്തേക്ക് പോവുകയാണ്. ആൻഡ് ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന ആ ഒരു സമയത്ത് എന്താവുന്നുണ്ട്? ATP റിലീസ് ആവുകയാണ്. ഓക്കെ, ATP ആക്ച്വലി GTP ആയിട്ടാണ് റിലീസ് ആവുന്നത്, പക്ഷെ ഇമ്മീഡിയറ്റ്ലി അതെന്തായിട്ട് മാറും? ATP ആയിട്ട് മാറും. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ATP തന്നെ എഴുതാം. സോ ADP എന്തായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്? ATP ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. ഓക്കെ, സോ അടുത്തത് ഈ ഒരു റിയാക്ഷന്റെ എൻഡിൽ ഏത് പ്രോഡക്റ്റ് ആണ് കിട്ടുക? സക്സീനിക് ആസിഡ്. ഏതാണ്? സക്സീനിക് ആസിഡ്. ഓക്കെ, ഈ സക്സീനിക് ആസിഡ് ഫർദർ ചെയ്യുന്നതൊക്കെ ഓക്സിഡേഷൻ ആണ്. എന്താണ് സംഭവിക്കുന്നത്? അടുത്തത് ഓക്സിഡേഷൻ. സോ ഓക്സിഡേഷൻ ചെയ്യുന്നുണ്ട്. ഓക്സിഡേഷൻ ചെയ്തിട്ട് ഫ്യൂമറേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഫ്യൂമറേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഇവിടെ FADH2 ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, സോ FAD എന്തായിട്ട് മാറുന്നുണ്ട്? FADH2 ആയിട്ട്. ഫ്യൂമറേറ്റ്
അഗെയിൻ മാലേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഇവിടെയും ഓക്സിഡേഷൻ ആണ് സംഭവിക്കുക. ആൻഡ് ഫൈനലി മാലേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സാലോ അസിറ്റിക് ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് സിട്രിക് ആസിഡ് സൈക്കിൾ. എല്ലാവർക്കും ക്ലിയർ ആയോ? മനസ്സിലായോ? പൈറുവിക് ആസിഡ് ഇല്ലേ, നമ്മുടെ പൈറുവിക് ആസിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം ഒരു റിഡക്ഷൻ പ്രോസസ്സിനെയാണ് ഇൻവോൾവ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഒരു കോയെ ആഡ് ആവുകയാണ്, ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവുകയാണ്. ആൻഡ് NADH2 ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. അങ്ങനെ NADH2 കൺവേർട്ട് ആയിട്ട് എന്ത് നമുക്ക് കിട്ടി? അസീറ്റൈൽ കോയെ. സോ ഈ അസീറ്റൈൽ കോയെ എന്താവുന്നുണ്ട്? സിട്രിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സാലോ അസിറ്റിക് ആസിഡ്. ഓക്കെ, സിട്രിക് ആസിഡ് അഗൈൻ ഐസോസിട്രേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഐസോസിട്രേറ്റ് ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് സക്സീനിക് കോയെ ആയിട്ട് മാറുന്നുണ്ട്. അഗൈൻ സക്സീനിക് ആസിഡ്, ഫ്യൂമറേറ്റ്, malate and finally oxaloacetic acid. ഓക്കെ, സോ ഇവിടെ 3 പ്ലേസസിലാണ്. ഏതൊക്കെയാണ്? ഇവിടെ ഒരു പ്ലേസിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസായി. പൈറുവിക് ആസിഡിൽ 3 കാർബൺ ആറ്റമാണ്. അതിൽ ഒരെണ്ണം ഇവിടെ റിലീസായി, രണ്ടാമത്തത് ഇവിടെ റിലീസായി, അല്ലെ, മൂന്നാമത്തത് ഇവിടെ റിലീസായി. സോ 3 കാർബൺ ആറ്റമും റിലീസായി ആസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, 3 കാർബൺ ആറ്റമും റിലീസായി ആൻഡ് ദിസ് ഈസ് കോൾഡ് കംപ്ലീറ്റ് കമ്പഷൻ. ഓക്കെ, സോ ഈ കംപ്ലീറ്റ് കമ്പഷൻ ആവുമ്പോൾ എവിടേക്കാണ് എനർജി റിലീസ് ആയിട്ടുള്ളത്? അത് നമുക്ക് നോക്കാം. യെസ്, സോ ഡയറക്റ്റ് ആയിട്ട് ATP ആയിട്ട് കൺവേർട്ട് ആയിട്ടുള്ളത് ഒരേ ഒരു പ്ലേസിൽ മാത്രമാണ്, അല്ലെ? ഒരേ ഒരു പ്ലേസിൽ, ഈ ഒരു പ്ലേസിൽ മാത്രമാണ് ATP ആയിട്ട് കൺവേർട്ട് ആയിട്ടിരിക്കുന്നത്, അല്ലെ? ബാക്കിയുള്ള എല്ലാ പ്ലേസസിലും എവിടെയൊക്കെ? ഇവിടെ നോക്കിക്കേ, 1, 2, 3, അല്ലെ? 3 പ്ലേസസിൽ NADH, അല്ലെ, NADH2 റിലീസ് ആയിട്ടുണ്ട്. സോ എത്ര NADH2? സി ഒരു ഗ്ലൂക്കോസ് 2 ക്രെബ് സൈക്കിളിനെയാണ് ഫോം ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ 2 പൈറുവിക് ആസിഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. ആ 2 പൈറുവിക് ആസിഡും ക്രെബ് സൈക്കിളിനെ ഫോം ചെയ്യുന്നുണ്ട്. സോ ഒരു ഗ്ലൂക്കോസ് 2 ക്രെബ് സൈക്കിളിനെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്ലൂക്കോസിൽ നിന്നും എത്ര NADH2 പ്രൊഡ്യൂസ് ആയി നോക്കിക്കേ. സോ ഇവിടെ 2 എണ്ണം, റൈറ്റ്? സോ ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം ആൻഡ് അഗെയിൻ ഇവിടെയും 2 എണ്ണം, അല്ലെ? സോ എത്ര NADH2 പ്രൊഡ്യൂസ് ആയി? 2, 4, 6, അല്ലെ? 6 NADH2 പ്രൊഡ്യൂസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ FADH2 എത്ര പ്രൊഡ്യൂസ് ആയി? 2 FADH2. ഓക്കെ, സോ ഒരു ATPയും, അല്ലേടാ? സോ അപ്പോൾ നമുക്ക് നോക്കാം. സി ഒരു ATP നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ആൻഡ് 6 NADH2 എന്ന് പറയുമ്പോൾ ഒരു NADH2 3 ATP. 6 NADH2 എന്ന് പറയുമ്പോൾ എത്രയായി? 18 ATP, അല്ലെ? സോ അടുത്തത് FADH2 എന്ന് പറയുമ്പോൾ എത്രയായി? 2 ATP, അല്ലെ? സോ 4 ATP. സോ ടോട്ടലി എത്ര റിലീസ് ആയിട്ടുണ്ടടാ? എത്ര റിലീസ് ആയിട്ടുണ്ട്? ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞേ, എത്ര റിലീസ് ആയിട്ടുണ്ട്? സോ ദാറ്റ് ഈസ്, സോ ഇത് 2 എണ്ണം അല്ലേ? ഇത് ഒരെണ്ണം അല്ലല്ലോ. യെസ്, 2 എണ്ണം. അപ്പൊ ടോട്ടലായിട്ട് എത്ര റിലീസായി? ദാറ്റ് ഈസ് 24 ATP. എത്ര റിലീസായി? 24 ATP റിലീസ് ആയിട്ടുണ്ട്. എവിടെ നിന്നും? ക്രെബ് സൈക്കിൾ എന്ന് പറയുന്ന പ്രോസസ്സിൽ എത്ര ATP റിലീസ് ആയിട്ടുണ്ട്? 24 ATP റിലീസ് ആയിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായോ? ഇൻ കേസ് എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം. സോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സി ഐ നോ സം simple formula making option. Okay, see, I know simple formula making option. So അതെന്താണ് നമുക്ക് നോക്കാം. I know some simple formula making option. ഈസി ആണോ? ഈ ഒരു സെന്റൻസ് നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, സോ എന്തൊക്കെയാണ് സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം. സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സിട്രിക് ആസിഡ്, അല്ലെ? സിട്രിക് ആസിഡ്. ഐ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസോസിട്രേറ്റ്, അല്ലെ? നോ, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. അയ്യോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. Yes, so alpha keto glutaric
ഗ്ലൂട്ടാരിക് ആസിഡ് അല്ലെ. അടുത്തത് സക്സീനൈൽ കോയെ അല്ലെ. സോ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വിടാം. യെസ്, സോ സക്സീനൈൽ കോയെ. സിമ്പിൾ എന്താണ്? സക്സീനിക് ആസിഡ് അല്ലെ. സക്സീനിക് ആസിഡ്. അടുത്തത് ഫോർമുല ഈസ് fumarate അല്ലെ. So formula is fumarate and making is malate and option is oxaloacetic acid. യെസ്, സോ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. I know some simple formula making ഓപ്ഷൻ എന്ന് വെച്ച് ആ ഒരു സെന്റൻസിന് നമ്മൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ക്രെബ്സ് സൈക്കിൾ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡ് നമുക്ക് കുറച്ചുകൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ന്യൂമോണിക്കും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതിനെ മെൻഷൻ ചെയ്യാം. നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ നമുക്ക് ശ്രമിക്കാം. ഓക്കെ, സോ എന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, താങ്ക് യു ഒക്കെ പറയാം. പക്ഷെ അതിനേക്കാളും മുന്നേ ഒരു കാര്യം കൂടെ പറയാണ്ടല്ലോ. എന്താണത്? സോ ഈ ഒരു ടോപ്പിക്കിന്റെ ബേസിസിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. 5 അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു വീക്ക് ക്വിസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീക്ക് ക്വിസ് ആണ്. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് എത്ര ശതമാനം മനസ്സിലായെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീക്ക് ക്വിസ് ആണ്. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതിനെ മെൻഷൻ ചെയ്യാം. സോ അത് കൂടാതെ ഇനിയൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ ടെലഗ്രാം ആപ്പ് അല്ലെ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട്സ് വേണം അല്ലെങ്കിൽ PYQs വേണം, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വേണം, സോ അതുമല്ല വേറെ എന്തെങ്കിലും, അതായത് വീക്ക് ക്വിസ് അതുപോലെ തന്നെ ഡെയിലി നോട്ട്സ്, സോ ഈ എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് PDF ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ടെലഗ്രാം ആപ്പിലാണ്. ഓക്കെ, ടെലഗ്രാം ഗ്രൂപ്പിലാണ്. സോ വേദാന്തു മലയാളം എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിലാണ് നമ്മൾ ഇതിനെല്ലാത്തിനും പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ പോവുക, വേദാന്തു മലയാളം എന്ന് ടെലഗ്രാം ആപ്പിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, സെർച്ച് ബട്ടണിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രൂപ്പ് കാണാൻ പറ്റും. അതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെയിലി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഡെയിലി നമ്മൾ ഏതൊക്കെയാണോ ക്ലാസ്സസ് എടുക്കുന്നത് അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. വീക്ക് ക്വിസ്. ഓക്കെ, സോ ഒരു കുഞ്ഞു ക്വിസ് സെഷന് സൺഡേസ് നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ലൈവ് വരും. അതുപോലെ തന്നെ അസൈൻമെന്റ്സും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ പോകുക, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അതുകൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.